അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ച പോലീസിനെതിരെ ഏറെ വിമർശനത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. പോലീസ് വീഴ്ചയിൽ ഡിവൈഎസ്പിയെ ശകാരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റി എന്ന് കോടതി ചോദിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താൻ ആണോ ശ്രമം എന്നും കോടതി ചോദിച്ചു. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിനെയും ജഡ്ജി അതിരൂക്ഷമായാണ് വിമർശിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം അതിരൂക്ഷമായി വിമർശിക്കുന്ന, ഗൗരവതരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, അതായത് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിൽ ആണല്ലോ ഇന്ന് കോടതി നടപടികൾ ഉണ്ടായത്. അതെ അഭിലാഷ്, നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഏക പ്രതിയാണ് ഡോക്ടർ റാമിനെ പിടികൂടുന്നതിൽ വലിയ വീഴ്ച തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ കോടതി അത്തരത്തിൽ പരാമർശം നടത്തി. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും റാമിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഒരു വിധേനയും കടന്നിരുന്നില്ല. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ റാം ജാമ്യം കിട്ടി പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു ഹൈക്കോടതി ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും പിന്നീട് ആഭ്യന്തര വകുപ്പ് അടക്കം ഇതിൽ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയി. ഇന്നലെ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും ഡിവൈഎസ്പിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യട്ടെ എന്നൊരു പരാമർശം കൂടി നടത്തുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരായപ്പോഴാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു ഇന്നും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഡിവൈഎസ്പിയെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷമാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അത് ഇപ്രകാരമാണ്: ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഇതുവരെ എത്ര അറസ്റ്റ് രേഖപ്പെടുത്തി? ഡിവൈഎസ്പി ആയിട്ട് 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രമാണോ വീഴ്ച പറ്റിയിരിക്കുന്നത്? അറസ്റ്റിലെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയില്ലേ? പ്രതിക്ക് അറസ്റ്റിന്റെ കാര്യങ്ങൾ അറിയിക്കാത്തത് അത് മനഃപൂർവ്വമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ഈ ശ്രമം? പ്രത്യേകിച്ച് തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും ആഭ്യന്തര വകുപ്പിന് ഒരു മുറിവും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മുറിവ് പറ്റിയിരിക്കുന്നത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും ഡിവൈഎസ്പി എന്നുകൂടി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി പരാമർശം നടത്തിയിരിക്കുന്നത്. ഒപ്പം നിയമം അറിയുന്നവർ, നിങ്ങൾ വീഴ്ച വരുത്തിയത് മനഃപൂർവ്വമാണ്. കോടതിക്കും നീതിക്കും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാകില്ല എന്ന ഒരു താക്കീത് കൂടിയാണ് പോലീസുകാർക്കും അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുമായി കോടതി നൽകിയത്. ഒപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കും എന്നുകൂടി കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ പക്ഷേ ഡിവൈഎസ്പി പറഞ്ഞത് തനിക്കെതിരെ നടപടി എടുക്കരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്തായാലും അടുത്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. അപ്പോഴായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു കൃത്യത വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഇത് ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല എന്ന കാര്യം കൂടി കോടതി ഇന്ന് ഡിവൈഎസ്പിയോട് പരാമർശമായി നടത്തിയിട്ടുമുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഇതിൽ നവമി, നമുക്ക് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം അറിയാം. നിതിൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം പിന്നീട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടാകുന്നു. റാം എവിടെ എന്ന ചോദ്യം ഉയരുന്നു. സംസ്ഥാനത്ത് തന്നെ ഒരു ഹർത്താലിന് വഴിയൊരുക്കിയ മരണം കൂടിയായിരുന്നു അത് എന്നത്. പക്ഷേ റാം ഏറെക്കാലം ഒളിവിൽ കഴിഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം സുപ്രീം കോടതി വരെ റാം പോയ പശ്ചാത്തലമുണ്ടാകുന്നു. അവിടെ നിന്നുൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷമുള്ള അറസ്റ്റിൽ പോലും വീഴ്ച സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രമേൽ ഗൗരവമായ, കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വീഴ്ചയുണ്ടാകുന്നത്. ആ ഗൗരവത്തോടു കൂടി തന്നെയല്ലേ കോടതി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ പരിഗണിച്ചത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്?
തീർച്ചയായും അഭിലാഷ്, കാരണം അത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ ഹർജിയല്ല മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഈ നിതിൻ രാജിന്റെ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും എന്തുകൊണ്ടാണ് റാമിനെ പോലുള്ള ഒരാളെ, ഒരു ഡോക്ടറാണ്, അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്വാധീനം പ്രതിക്ക് മേൽ ഉണ്ടായോ എന്ന ചോദ്യങ്ങളൊക്കെ കോടതി നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും അന്വേഷണ ഉദ്യോഗസ്ഥന് എതിരെ നടപടിയെടുക്കാനുള്ള ഒരു ശുപാർശ നൽകട്ടെ എന്ന് കീഴ്ക്കോടതി ഇന്നലെ ചോദിക്കുകയും ചെയ്തു. അത്തരത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി ഈ കേസിനെ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി വരെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം പ്രതിക്ക് നൽകി കേരള പോലീസ് എന്ന് പറയുന്നത് വലിയ വീഴ്ചയായി തന്നെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഇന്ന് നേരിട്ട് ഹാജരായതിനു ശേഷം ഡിവൈഎസ്പി അടുത്ത് വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോടതി ചോദിക്കുകയും ചെയ്തു. ഒപ്പം പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയല്ലേ പോലീസ് നടത്തുന്നത്? ഈ കേരള പോലീസിനെ, പ്രത്യേകിച്ച് പുതിയ ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ നാണം കെടുത്തണമെന്ന് എന്തെങ്കിലും അജണ്ടയുണ്ടോ കേരള പോലീസിന് അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്നുകൂടി ഇന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നത് തന്നെയാണ് ഈ കേസിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി കാണുന്നത് എന്നതിന് ഉദാഹരണം. പ്രത്യേകിച്ച് ഏക പ്രതിയാണ് റാം. ഇതിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ, അന്വേഷണം ഇനി ഏത് വിധേയനെ മുന്നോട്ട് പോകും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് കാരണക്കാരനായ വ്യക്തിയെ, പ്രതിയെ പിടികൂടാതെയുള്ള പോലീസിന്റെ ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങളെ തന്നെയാണ് ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ നവമീത എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് സുധീർ കല്ലനോട് ചോദിക്കുന്നു. 22 വർഷം എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ഈ അടുത്ത കാലത്ത് എത്ര അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന ചോദ്യത്തിന് 10 അറസ്റ്റുകളിൽ 9 എണ്ണത്തിലും പിഴവുണ്ടായിട്ടില്ലല്ലോ എന്ന് കോടതി തന്നെ ചോദിക്കുന്നു. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഇതിപ്പോൾ ഒരു പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു അറസ്റ്റ് അല്ലല്ലോ നവമി. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി വരെ റാം പോയതാണ്. അവിടെ നിന്ന് തിരിച്ചടി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും അറസ്റ്റ് ഉണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് വീണ്ടും ഈ വിഷയം കത്തിവന്ന സാഹചര്യത്തിൽ ആണ് ഒരു അറസ്റ്റിലേക്ക് പോയത്. ആ അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. എന്തിന് അറസ്റ്റ് എന്ന് അറസ്റ്റിന് വിധേയനാക്കപ്പെടുന്ന ആൾ അറിയണം എന്നതൊരു പ്രാഥമികമായ നിയമമാണ്. ഇത്രയും സുപ്പീരിയറായ പരിചയ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പിഴവ് വരുത്തുന്നു എന്നത് കോടതിക്ക് അവിശ്വസനീയമായി തോന്നുകയാണ്. കോടതി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓപ്പറേഷൻ തൂഫാൻ പോലെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പ് നടത്തുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കോടതി പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്താണ്? ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രതിക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊടുത്തോ എന്ന സംശയമാണോ കോടതി ഉയർത്തുന്നത്? അതെ, മറ്റ് ഇതുവരെ അന്വേഷിച്ച അന്വേഷണങ്ങളിൽ ഒന്നും വീഴ്ച വരുത്താത്ത ഡിവൈഎസ്പി എന്തുകൊണ്ടാണ് നിതിൻ രാജിന്റെ മരണത്തിൽ ഇത്രയും വലിയ വീഴ്ച വരുത്തിയത്? പ്രത്യേകിച്ച് റാമിനെ പോലുള്ള പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാനുള്ളൊരു സമയം അതെന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയത്? ഇപ്പോൾ കോടതിയിൽ നിന്ന് പോലും, സുപ്രീം കോടതിയിൽ നിന്നും റാമിന് തിരിച്ചടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്? അതിൽ നൽകിയ വിശദീകരണം വാക്കാൽ പറഞ്ഞു എന്നാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഒരു നിയമ സംവിധാനത്തെ അനുസരിച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൽ പഴുതുകൾ തുറന്നു വിട്ടുകൊണ്ട്, അതായത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തുറന്നു വിട്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടന്നതെന്ന് പറയുമ്പോൾ കോടതി അതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നൊരു തോന്നൽ പോലീസിനുണ്ടാകരുത്, അല്ലെങ്കിൽ പോലീസിന് എന്തുമാകാം എന്നൊരു ധാരണ പാടില്ല എന്നുകൂടി കോടതി പരാമർശിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എന്തിനാണ് സുപ്രീം കോടതി വരെ പോകാൻ പ്രതിക്ക് അവസരം നൽകിയതെന്ന് ചോദിക്കുന്നു. സാധാരണക്കാരന്റെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്, അത് ഓർമ്മിപ്പിക്കട്ടെ എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞത്. നടപടി എടുക്കരുത് എന്നായിരുന്നു ഡിവൈഎസ്പി പറഞ്ഞത്. അതിനു മുൻപ്
വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പിയോട് കോടതി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നടപടി എടുക്കരുത് എന്ന്. പക്ഷേ കോടതിയിൽ നിന്നും എന്തായാലും ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ, വലിയ രീതിയിൽ ഈ ഒരു കേസ് ചർച്ചയായ സാഹചര്യത്തിൽ കൂടി ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. 2 ആഴ്ചത്തേക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താണ് നിലവിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് കോടതി അറിയിക്കണം. അതിനുശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നതിൽ കോടതി ഒരു വ്യക്തത വരുത്തുകയുള്ളൂ. ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല. ഇനി എത്രമാത്രം ഈ പ്രതിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിന്നാലും ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല. പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുകൂടി കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമെന്നുകൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു പക്ഷേ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 22 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്രമേൽ പ്രമാദമായ ഒരു കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രാഥമികമായ ശ്രദ്ധ പോലും അതിൽ പുലർത്തിയില്ല എന്ന് കോടതിക്ക് നിരീക്ഷിക്കേണ്ടതായി വന്നിരിക്കുന്നു എന്നതാണ് പശ്ചാത്തലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.